ഓക്കെ, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഒരു പ്രീ വർക്കൗട്ട് മീൽ എന്താണെന്നുള്ളത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. ഓഫ് കോഴ്സ് ബാങ്കിൽ നിന്ന് വർക്ക് കഴിഞ്ഞ് ഞാൻ ഏകദേശം ഒരു 5:30-6 മണിയാകുമ്പോൾ വീട്ടിലെത്തുന്നുണ്ട്. അതിനുശേഷം ഞാൻ ആദ്യമേ ചെയ്യുന്ന കാര്യം എൻ്റെ ജിമ്മിന് വർക്കൗട്ടിന് മുമ്പായിട്ട് കൊടുക്കേണ്ട ഫ്യൂവൽ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നതാണ്. ആദ്യമായിട്ട് തന്നെ 2 എഗ്ഗ് ഞാൻ സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ബുൾസൈക്ക് ശ്രമിച്ചതാണ്, പക്ഷേ അത് പിന്നീട് സ്ക്രാമ്പിൾ ചെയ്ത് ചിക്കിച്ചകഞ്ഞ് അത് എടുക്കുമായിരുന്നു. അത് ഒരു സൈഡിലോട്ട് ഒരു സെമി ഫ്രൈ ആയിട്ടുള്ള രീതിയിൽ ഞാനെടുത്ത് മാറ്റിയിട്ടുണ്ട്. അത് നല്ലൊരു പ്രോട്ടീൻ സോഴ്സായിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം കാർബ് ഇൻടേക്കിന് വേണ്ടി ഞാൻ സ്വീറ്റ് പൊട്ടറ്റോയാണ്, നമ്മുടെ മധുരക്കിഴങ്ങാണ് എടുക്കുന്നത്. ഒരു 2 ചെറിയ പോർഷൻ ഞാൻ എടുക്കുന്നുണ്ട്. മധുരക്കിഴങ്ങൊക്കെ ഈസിലി അവൈലബിൾ ആണ് ഇപ്പം മാർക്കറ്റിൽ. ഒരു കിലോയ്ക്ക് ഒരു 30 രൂപ 35 രൂപയ്ക്കൊക്കെ നമുക്ക് 1 കിലോയോളം കിട്ടും. അപ്പം അത് 2 മീഡിയം സൈസ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ മോഡേൺ വോൾ ഗ്രെയിൻ ബ്രെഡ് എന്ന് പറയും, ബ്രൗൺ ബ്രെഡ് ഗോതമ്പിൻ്റെ, അത് ഒരു 2 സ്ലൈസ് എടുക്കുന്നുണ്ട് ഒരു എനർജി സോഴ്സിന് വേണ്ടി. അതിനുശേഷം ഒരു അര ടീസ്പൂണോളം ഒരു പീനട്ട് ബട്ടർ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ വർക്കൗട്ടിന് മുമ്പുള്ള എൻ്റെ പ്രീ വർക്കൗട്ട് മീൽ എന്ന് പറയുന്നത്, സത്യം പറഞ്ഞാൽ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ഈ സ്വീറ്റ് പൊട്ടറ്റോ, അതായത് മധുരക്കിഴങ്ങ്. അപ്പോൾ മധുരക്കിഴങ്ങ് ഞാൻ ഒരു 2 മീഡിയം സൈസ് എടുത്തിട്ടുണ്ട്. 2 ബ്രൗൺ ബ്രെഡ് 1 ടീസ്പൂൺ പീനട്ട് ബട്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ 2 ഫുൾ എഗ്, അതായത് 2 ഹോൾ എഗ് സ്ക്രാമ്പിൾ ചെയ്തത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ടെക്നിക്കലി പറയുവാണെങ്കിൽ ഞാനും ഓൾറെഡി വർക്ക് കഴിഞ്ഞ് ടയർഡായിട്ടാണ് വീട്ടിൽ വന്നിട്ടുള്ളത്. ഇനിയും വീട്ടിൽ വന്ന് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ജിമ്മിൽ പോകേണ്ടതാണ്. അപ്പം എനിക്ക് പെട്ടെന്ന് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫുഡ് പ്രപ്പാണ് ഇത്. ഇൻടേക്ക് ചെയ്തിട്ട് ഒരു 1/4 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു എനർജി ബാക്കപ്പ് നമുക്ക് കിട്ടും. അതിനുശേഷം ഈസി ആയിട്ട് തന്നെ 1.5 മണിക്കൂർ 2 മണിക്കൂറിൻ്റെ ഒരു വർക്കൗട്ട് ബാക്കപ്പ് നമുക്ക് കിട്ടുന്നതാണ്. സോ ഇതൊക്കെയാണ് എൻ്റെ പ്രീ വർക്കൗട്ട് മീൽ. ഓക്കെ, സ്റ്റേ ഹെൽത്തി. ഓക്കെ, അപ്പം ഇത്രയും ഒരു ഫുഡ് ബാക്കപ്പിൽ ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ലെഗിൻ്റെ വർക്കൗട്ടിനാണ്. ഏകദേശം 6-7 വർക്കൗട്ട് ഷെഡ്യൂളോളം ഉണ്ട്. അതിൽ ഏകദേശം ചെറിയ വർക്കൗട്ടുകൾ മാത്രം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഇന്നിപ്പം എൻ്റെ ബാർബിൾ സ്കോട്ടിലെ ഒരു ലാസ്റ്റ് ഫൈനൽ സെറ്റ് ആയിരുന്നു. വളരെ ഹെവി ആയിട്ട് തന്നെ നിയർലി ഒരു 190 കിലോയുടെ അടുത്ത് വെയിറ്റ് വരുന്ന ഒരു സെക്ഷനാണിത്. വിത്ത് ഒരു സ്മോൾ അസിസ്റ്റൻസിൽ ഞാൻ നന്നായിട്ട് ഫുൾ റേഞ്ച് ഓഫ് മൂവ്മെൻറ്റിൽ സ്കോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുവിലും ഒരു 10 കിലോയോളം കൂട്ടി ഞാനൊരു 180 ഒക്കെ ആകുമ്പോൾ നിർത്തുന്നതാണ്. ഇതിന് നിയർലി 190 ഉണ്ടായിരുന്നു. എന്നാലും നല്ല രീതിയിൽ ഫുൾ റേഞ്ച് ഓഫ് മൂവ്മെൻറ്റിൽ സ്കോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ഏറ്റവും നല്ല ഒരു എനർജി ബാക്കപ്പ് ഉണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ലെഗ് പെർഫോം ചെയ്യാൻ സാധിക്കും. ഇതിപ്പം നല്ല ഓവർലോഡായിരുന്നു. നല്ല രീതിയിൽ ഈ പറയുന്ന പോലെ ലെഗിന് ഒരു ഇമ്പാക്റ്റ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ പറയുമല്ലോ, ഈ കണ്ണീന്ന് പൊന്നീച്ച പോയെന്നൊക്കെ, അതേ ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു ഈ വർക്കൗട്ട് കഴിഞ്ഞ്. ശരിക്കും ബോഡി ഫുള്ളി ഹീറ്റായിട്ടാണ് ഇറങ്ങിയത്. എന്തായാലും ലെഗിൻ്റെ വർക്കൗട്ടിന് ശേഷം നല്ല രീതിയിൽ ലെഗിൻ്റെ ഒരു പോസിങ് റൊട്ടീൻ, ലെഗിൻ്റെ ഒരു ഷഫ്ലിംഗ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ഫീൽ ചെയ്യും. കാരണം നമ്മൾ ഹിറ്റ് ചെയ്ത മസിൽ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുമ്പം വി ആർ